ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. മനസ്സാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അല്പം പോലും അതിശയോക്തിയില്ല. ആ ബോധസത്തയിൽ നിന്നും ചലനാത്മകമായപ്പോഴാണ് മനസ്സായി രൂപാന്തരപ്പെട്ടത്. മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് ഒഴുകിയപ്പോഴാണ് ഈ ജഗദ്ഭ്രമങ്ങൾ എല്ലാം തന്നെ. മനസ്സിൻ്റെ ചാഞ്ചല്യം നിലച്ചാൽ ആ പരമമായ സത്ത എന്താണ് എന്ന് നമുക്ക് ബോധ്യം വരും. നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ മറയ്ക്കുന്നത് മനസ്സിൻ്റെ ചലനമാണ്. ആ മനസ്സ് നിശ്ചലമായി കഴിയുമ്പോൾ നാം ആരാണെന്ന പരമസത്യം നമുക്ക് ബോധ്യമാകും. ഒരു തടാകത്തിലെ ജലം കലക്കവും ഇളക്കവുമുള്ളതാണെങ്കിൽ അതിൽ ഒന്നും തന്നെ പ്രതിഫലിക്കുകയില്ല. എന്നാൽ അതിലെ കലക്കവും ഇളക്കവും ഇല്ലാതെയായി നിശ്ചലമായി പരിശുദ്ധമായാൽ അതിൽ ഏതിനെയും പ്രതിഫലിപ്പിക്കാൻ അതിന് സാധിക്കും. അപ്രകാരമാണ് നമ്മുടെ മനസ്സെന്നത്. മനസ്സ് നിശ്ചലവും പരിശുദ്ധവുമാണെങ്കിൽ, മനസ്സിൻ്റെ കലക്കമെന്നാൽ മനസ്സിൻ്റെ അശുദ്ധിയാണ്. മനസ്സിൻ്റെ അശുദ്ധി എന്നാൽ അസൂയ, പക, വിദ്വേഷം, പ്രതികാരം, ഷണ്ഠ മുതലായ മനോഭാവങ്ങളാണ് മനസ്സിൻ്റെ അഴുക്കുകൾ. ആ അഴുക്കുകൾ നീങ്ങിക്കഴിഞ്ഞാൽ സ്നേഹം, ദയ, കാരുണ്യം, പരോപകാരം ഇവയായിരിക്കും നമ്മുടെ സ്വഭാവം. അങ്ങനെ സ്വച്ഛവും നിശ്ചലവുമായ ജലാശയം പോലെയാണ് നമ്മുടെ മനസ്സും. ആ മനസ്സിൽ ഈശ്വരൻ എന്താണ് എന്ന് സ്വയമേവ വെളിവായി കിട്ടും. അതിനാൽ ചിത്തം ജലിക്കുകൽ സംസാരമായി, ചിത്തം ലയിക്കുകൽ മോക്ഷവുമായി, സത്യമിതു മറ്റനേകാവിധം ഗ്രന്ഥം വിസ്താരമാണടോ ശാസ്ത്രങ്ങളിൽ. ചിത്തം ചലിക്കുകൽ സംസാരമായി, മനസ്സിൻ്റെ ചലനം കൊണ്ടാണ് ഈ ലോകബന്ധങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അതാണ് ചിത്തം, മനസ്സ്. ചലിക്കുകൽ സംസാരമായി, സംസാരമെന്നാൽ ഈ ലോകബന്ധങ്ങൾക്കും ഒക്കെയുള്ള പേരാണ് സംസാരം എന്ന്. ആ മനസ്സിൻ്റെ ചാഞ്ചല്യം കൊണ്ടാണ് ഈ ലോകബന്ധം നമുക്കുണ്ടാവുന്നത്. ചിത്തം ലയിക്കുകൽ മോക്ഷവുമായി. ആ ചിത്തത്തിൻ്റെ ചാഞ്ചല്യം നിലയ്ക്കുമ്പോൾ പരിപൂർണ സ്വാതന്ത്ര്യവും പൂർണ്ണതയും നമുക്ക് അനുഭവമാകും. നാം ആരാണെന്ന പരമസത്യം നമുക്ക് ബോധ്യമാകും. അതാണ് മോക്ഷം എന്ന് പറയുന്നത്. അത് മനസ്സ് നിശ്ചലമായാൽ മോക്ഷം തന്നെയാണ്. മനസ്സിൻ്റെ ചാഞ്ചല്യമാണ് നമുക്ക് ബന്ധനത്തിന് കാരണമായിരിക്കുന്നത്. അതാണ് ചിത്തം ചലിക്കുകൽ സംസാരമായി, ചിത്തം ലയിക്കുകൽ മോക്ഷവുമായി, സത്യാമിതോ മറ്റനേകാവിധം ഗ്രന്ഥം. ഇത് സത്യമാണ്, ഈ പറഞ്ഞതാണ് പരമസത്യമായിട്ടുള്ളത്. അനേക ഗ്രന്ഥങ്ങളുടെ പുറകെ പോകുന്നത് സത്യാമിതോ മറ്റനേകാവിധം ഗ്രന്ഥം വിസ്താരമാണടോ ശാസ്ത്രങ്ങളിൽ. ശാസ്ത്രങ്ങളിൽ ഈ കാര്യത്തെ പ്രതിപാദിക്കുന്ന അനേക ഗ്രന്ഥങ്ങളുണ്ട്. അതെല്ലാം വിസ്തരിച്ച് പറയുന്നത് ഈ ലളിതമായ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ആശയത്തെയാണ്. എന്താണ് ആശയം? ചിത്തം ജലിക്കുകൽ സംസാരമായി, ചിത്തം ലയിക്കുകൽ മോക്ഷവുമായി. വളരെ എളുപ്പമായ കാര്യമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ ചലനത്തെ നിശ്ചലമാക്കിയാൽ മതി. അത് നിർബന്ധപൂർവമല്ല, പിടിച്ചു നിർത്തലല്ല, അത് നിശ്ചലം ആവണം. ചലിക്കാതെ ആവണം. ചലിക്കാതെ ആക്കലല്ല, ചലിക്കാതാവണം. അതിന് സാധന കൂടിയേ കഴിയൂ. അതിനു വേണ്ട അറിവും നമ്മൾ നേടണം. അപ്പോൾ മാത്രമേ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. ചിത്തം ചലിക്കുകൽ സംസാരമായി, ചിത്തം ലയിക്കുകൽ മോക്ഷവുമായി, സത്യാമിതോ മറ്റനേകാവിധം ഗ്രന്ഥം
വിസ്താരമാണ് ശാസ്ത്രങ്ങളിൽ.